ഹലോ, ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കിയാലോ? അങ്ങനെ സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള വെണ്ടയ്ക്കുപ്പേരി എന്നല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടയ്ക്കുപ്പേരിയാണ്. സത്യത്തിൽ ഇത് മാത്രം മതി വയറ് നിറയെ ചോറ് കഴിക്കാനായിട്ട്. അതിനുവേണ്ടി നമുക്ക് കുറേ സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള കുറച്ച് സാധനം മതി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. അതിനായിട്ട് നമുക്കൊരു ചീൻചട്ടി എടുക്കാം. ഞാനിവിടെ മൺചട്ടി എടുത്തിരിക്കുന്നത്. നമുക്കിനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന് ഒരു ചൂടായിട്ട് പൊട്ടുന്നില്ല. അത് നന്നായി പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടി കുറേ സാധനങ്ങളൊന്നും വേണ്ട. നമ്മളെ വീട്ടിൽ സാധാരണയുള്ള വെണ്ടയ്ക്കയും ഉള്ളി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ, കുറച്ച് മസാലപ്പൊടികൾ മാത്രം മതി കേട്ടോ. നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറിയെ. ഇനി അതിലേക്ക് ഞാൻ ഒരു ഉള്ളി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ വെണ്ടയ്ക്ക എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ആ ഒരു ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നല്ല ഇളം വെണ്ടയ്ക്ക വേണേ. നല്ല മൂത്ത വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കടിച്ചാലൊന്നും അതങ്ങനെ ചതഞ്ഞ് കിട്ടില്ല, അതങ്ങനെ കല്ല് പോലെ കിടക്കും. അപ്പം നല്ല ഇളയ വെണ്ടയ്ക്ക മാത്രം നോക്കിയെടുക്കണം കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് വാട്ടിയെടുക്കണം. അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എണ്ണ ചൂടായിട്ട് അതിൻ്റെ കൂടെ ഇടണമെന്നാണ് വിചാരിച്ചത്, മറന്നുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഇട്ടത്. അപ്പോൾ ആ എണ്ണയിലേക്ക് കടുക് പൊട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരണം. നല്ല രീതിയിൽ തന്നെ അത് വാടി വരുമ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ള് മതി. അതിലേക്ക് നമുക്കിനി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി എരിവ് അനുസരിച്ച് നോക്കി കുറച്ചിട്ടാൽ മതി കേട്ടോ. ആ ഒരു എരിവിൻ്റെ ഒരു ടേസ്റ്റ് ഇരുന്നോട്ടെന്ന് കരുതി മാത്രം ഇട്ടതാണ്. അപ്പോൾ ആ പാകത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുക്കണേ. നല്ല വാടി അതൊന്ന് വെന്ത് വരണം. ഏറെക്കുറെ നമ്മളെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് സാമ്പാർ പൊടി. അത് നമുക്ക് അത്യാവശ്യം സാമ്പാർ പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും കരുതും വെണ്ടയ്ക്ക സാമ്പാറാണെന്ന്. അല്ല കേട്ടോ, അത് വേറെയാണ്. ഇത് വെണ്ടയ്ക്കുപ്പേരി. ഇനി അതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ നല്ല ഇളക്കി ഇനി വേവുന്ന വരെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ അടി പിടിച്ചു പോകും, കരിയാതെ നോക്കണം. അപ്പം നന്നായിട്ട് തന്നെ അത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കുപ്പേരി ഏറെക്കുറെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നോക്കാം. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്കുപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, പാകത്തിന് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പം ഇതാണ് നമ്മളുടെ സ്പെഷ്യൽ വെണ്ടയ്ക്കുപ്പേരി. ഇത് ശരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. സത്യത്തിൽ ഇത് മാത്രം മതി നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാൻ. അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.